കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രകടനം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ഈ സമരവും പ്രക്ഷോഭവും തുടരും എന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സംഘാടകരും മുതിർന്ന നേതാക്കളും അറിയിച്ചിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ നീക്കമല്ല, ഇത് രാജ്യത്തിന് അനുകൂലമായൊരു നീക്കമാണ്, രാഷ്ട്രത്തെ ഉദ്ബോധിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് എന്നും ഒക്കെയായിരുന്നു ഇവരുടെ പ്രസ്താവനകൾ. കേരളത്തിൽ അടക്കം പല മാധ്യമങ്ങളും BJP സർക്കാർ, കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി ഭയന്നു, ഒളിച്ചോടി, BJP തീർന്നു, ഇനി അങ്ങോട്ട് BJP ഇല്ല, ഒരാഴ്ചക്കകം മോദി രാജിവെക്കും, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും തുടങ്ങിയ ധാരാളം വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇത് എങ്ങനെ കൃത്യമായി ഇത് ഏകോപിപ്പിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ എങ്ങനെ നേരിടണം എന്ന് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും BJPക്കും നന്നായി അറിയാം. വലിയ കളികളൊക്കെ കളിച്ചാൽ കളി കൈവിട്ടു പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ അധ്യക്ഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്ര സംവിധാനങ്ങളെ തകർക്കാൻ, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ, അതുപോലെ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ തിരിയാൻ ഏത് കോക്രോച്ച് ജനതാ പാർട്ടിയായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഒരിക്കലും BJPയോ കേന്ദ്ര സർക്കാരോ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻ യുവത്വം വിദേശത്തിരുന്ന് ചരട് വലിക്കുന്ന കളിപ്പാവകളല്ല, ഒരിക്കലും അവർ അങ്ങനെ ചെയ്യില്ല. ഇതിനൊക്കെ തന്നെ കൃത്യമായ രാജ്യദ്രോഹ ഇടപാടുകളുടെ ആ ഒരു പരിണിത ഫലങ്ങളാണ് ഇതൊക്കെ കാണുന്നത് എന്നാണ് നിതിൻ നബീന്റെ പ്രസ്താവന. ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകൾ ദുരുപയോഗം ചെയ്ത് യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ഇന്ത്യയിൽ അനുവദിക്കില്ല എന്നും റാഞ്ചിയിൽ നടന്ന പാർട്ടിയുടെ പ്രത്യേക പരിപാടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് BJP ദേശീയ അധ്യക്ഷൻ അതിശക്തമായി ഈ ഒരു ഭാഷയിൽ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാക്കളുടെ പിന്തുണയോടെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. യുവാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും കരുത്തിന്റെയും ബലത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് കുതിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തെ യുവത്വത്തെ നിഷേധാത്മക രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ യുവാക്കൾ ക്രിയാത്മകമായ രാഷ്ട്രീയത്തിലെ ഏർപ്പെടൂ. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പ്രതിഷേധിക്കും. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ തകർക്കാൻ അനുവദിക്കില്ല എന്നും BJP ദേശീയ അധ്യക്ഷൻ പറഞ്ഞു. അതിശക്തമായ താക്കീതാണ് CJPക്കും ഒപ്പം നിൽക്കുന്നവർക്കും. മാത്രമല്ല, രാജ്യദ്രോഹികളും രാഷ്ട്രവിരോധികളുമൊക്കെ ഇത്തരത്തിൽ ഇടകലർന്ന് ഈ ഒരു പരിപാടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്, അതിന് എരുതിയിൽ എണ്ണയൊഴിക്കാൻ ശ്രമിക്കുകയാണ് എന്ന വാദവും നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ നടത്തിയിരുന്നു. ഒരു കാരണവശാലും ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട്, യുവാക്കളെ തെരുവിലിറക്കിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യം തകർക്കാം എന്നുള്ള ആഗ്രഹം ഒരു തരത്തിലും അനുവദിക്കില്ല, അത് നടക്കില്ല എന്ന അതിശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെ നൽകുന്നത്.